കണ്ണൂർ ദേവസ്വം ഫോട്ടോഗ്രാഫറെ മർദ്ദിച്ച സംഭവത്തിൽ കൊട്ടിയൂർ ദേവസ്വം പോലീസിൽ പരാതി നൽകി. നടൻ ജയസൂര്യയുടെ കൂടെയുള്ളവർ അകാരണമായി മർദ്ദിച്ചെന്നാണ് പരാതി. ദേവസ്വം ഓഫീസർ വിളിച്ചു വരുത്തിയതിനെ തുടർന്നാണ് സജീവ് എത്തി ദൃശ്യം പകർത്തിയതെന്നാണ് പരാതിയിലുള്ളത്. നിഖിൽ അളവൂരുണ്ട് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങളുമായി. നിഖിൽ, ഇക്കാര്യത്തിൽ പോലീസിൽ ഒരു പരാതി നൽകിയിരിക്കുകയാണ്. മുൻപതിൽ വിവിധങ്ങളായ കാര്യങ്ങൾ ആക്ഷേപമായി അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പരാതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? സംഗീത, ഏതായാലും നേരത്തെ മർദ്ദനമേറ്റ സജീവ് നായർ എന്ന ഫോട്ടോഗ്രാഫർ നൽകിയ പരാതിക്ക് പുറമെയാണ് ഇപ്പോൾ കൊട്ടിയൂർ ദേവസ്വം ബോർഡും ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. ദേവസ്വം ചെയർമാൻ ടി നാരായണൻ നായരാണ് കേളകം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്നത് ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയ ആളാണ് സജീവ് നായർ. അവിടെ എത്തുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടി ഒരേ ഒരാൾക്ക് മാത്രമാണ് ദേവസ്വം ബോർഡ് അനുമതി നൽകിയത്. അത് ഈ ഉത്സവകാലം കഴിയുന്നത് വരെ അവിടെ എത്തുന്ന ഇത്തരത്തിൽ VIP-കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെയും ഒപ്പം തന്നെ തിരുവഞ്ചിറ ഉൾപ്പെടെയുള്ള ഈ ക്ഷേത്ര ആചാരങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളുടെയുമൊക്കെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടി അനുമതി നൽകി ഔദ്യോഗികമായി ദേവസ്വം ബോർഡ് നിയമിച്ച ആളാണ് സജീവ് നായർ. അങ്ങനെയുള്ള ഒരാളെയാണ് ജയസൂര്യക്കൊപ്പം ഇന്ന് രാവിലെ ക്ഷേത്രത്തിലേക്ക് എത്തിയ ആളുകൾ മർദ്ദിച്ചത് എന്നാണ് പരാതിയിൽ ഇപ്പോൾ പറയുന്നത്. ഇന്ന് രാവിലെ 8:30 കൂടിയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ജയസൂര്യയും അദ്ദേഹത്തിനൊപ്പമുള്ള ആളുകളും ഈ തിരുവഞ്ചിറ എന്ന് പറയുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളുടെ ഭാഗമായ പ്രദേശത്ത് ദർശനം നടത്തുന്നു. ആ സമയത്ത് സജീവ് നായർ ദേവസ്വം ബോർഡിന് വേണ്ടി ദൃശ്യങ്ങൾ പകർത്തുന്നു. ഈ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ജയസൂര്യയുടെ ദൃശ്യങ്ങൾ പകർത്തരുത് എന്ന് ജയസൂര്യക്കൊപ്പം ഉണ്ടായിരുന്നയാൾ വിലക്കുകയാണ്. എന്നാൽ താൻ ദേവസ്വം ബോർഡിന് വേണ്ടി ജോലി ചെയ്യുകയാണ് എന്ന് സജീവ് നായർ പറഞ്ഞതോടുകൂടി ആ ക്യാമറ തകർക്കാൻ ഉൾപ്പെടെ ശ്രമിക്കുന്ന സംഭവമാണ് ഉണ്ടായത്. ഇതിന് പിന്നാലെ ദേവസ്വം ബോർഡ് ഓഫീസിന് സമീപത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി മറ്റ് ചില ആളുകൾ കൂടി ചേർന്ന് മർദ്ദിച്ചു എന്നതാണ് സജീവിൻ്റെ പരാതി. ഈ പരാതിയിലും പോലീസ് അല്പസമയത്തിനകം കേസെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഈ മാധ്യമപ്രവർത്തകൻ കൂടിയാണ്, പ്രാദേശിക മാധ്യമപ്രവർത്തകൻ കൂടിയായ സജീവ് നായരുടെ പരാതിയിൽ പോലീസ് മൊഴിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ശരി നിഖിൽ.